Assalamualaikum, this is Hungry Sisters and welcome back to our channel. ഒരു ഫ്ലോപ്പ് കുനാഫാൻ്റെ ക്ഷീണമൊക്കെ ഏതാണ്ട് മാറിയിട്ടുണ്ട്. ഇന്ന് നമ്മളൊരു തലശ്ശേരി സ്പെഷ്യൽ ചെമ്മീൻ ഉണ്ട റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചെമ്മീൻ ഉണ്ട എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ചെറുതായി അരിഞ്ഞ 2 സവാള എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് ആവശ്യമുള്ളത് കറിവേപ്പില, പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ ഒരു ചെറിയ തക്കാളി, ഒരു കുഞ്ഞു തക്കാളി മതി. പിന്നെ ഇത് പൊടി ചെമ്മീനാണ്, ചെറിയ ചെമ്മീനാണ് എടുത്തിട്ടുള്ളത്. വലുതിനേക്കാളും ചെറിയ ചെമ്മീൻ വെച്ചിട്ടുണ്ടാക്കി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അതിന് മഞ്ഞൾ, ഉപ്പ്, മുളക് ഇട്ടിട്ട് നല്ലപോലെ ഫ്രൈ ചെയ്ത് വെച്ചതാണ്. പിന്നെ ഇതിലേക്ക് വേണ്ടത് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, അതുപോലെ തന്നെ ഗരം മസാല. പിന്നെ ഒരു ഹാഫ് തേങ്ങ ആണ്, ഞാനിവിടെ ഹാഫ് തേങ്ങ ചിരവി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ആവശ്യത്തിന് ഓയിൽ. അപ്പോൾ നമുക്ക് നമ്മുടെ ഉണ്ടയുടെ ഫില്ലിങ് തയ്യാറാക്കാം. അതിനായിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ചെമ്മീൻ ഫ്രൈ ചെയ്യുന്ന സമയത്ത് മുളക്, മഞ്ഞൾ, ഉപ്പ് ഇട്ടിട്ടാണ് ഞാൻ ഫ്രൈ ചെയ്തിട്ടുള്ളത്. അതിൻ്റെ കക്കം കംപ്ലീറ്റ് ആയിട്ട് എടുത്തതിന് ശേഷമാണ് ഞാൻ വെച്ചിട്ടുള്ളത്. കാരണം ആ കക്കത്തിന് പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. അധികം എല്ലാവർക്കും മനസ്സിലാവും. ചോറൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് ആ കക്കം കൂട്ടിയിട്ടൊക്കെ ചോറ് വെച്ച ഒരുപാട് പേര് നമുക്കിടയിൽ ഉണ്ടാവും. അത് വേറെ തന്നെ ഒരു ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ ഓയിൽ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുള്ള ഉള്ളി ഇട്ട് കൊടുക്കാം. ഇനി ഇത് നല്ലപോലെ സോട്ട് ചെയ്തെടുക്കണം. സവാള പെട്ടെന്ന് സോട്ട് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. ഉപ്പും മുളകും മഞ്ഞളും ചേർക്കുമ്പോൾ ശ്രദ്ധിക്കണം. കാരണം നമ്മൾ ചെമ്മീൻ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഉപ്പും മുളകും മഞ്ഞളും ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പിട്ടിട്ട് നല്ലപോലെ സോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഉള്ളി നല്ലപോലെ സോട്ടാകുന്നുണ്ട്. ഈ സമയം തന്നെ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതിട്ട് കൊടുക്കാം. ഓരോരുത്തരുടെ ഫില്ലിങ് ഓരോ രീതിയിലുള്ളതായിരിക്കും. ചിലപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന ഫില്ലിംഗ് ആയിരിക്കില്ല മറ്റുള്ളവർ ഉണ്ടാക്കുന്നുണ്ടാവുക. ഫില്ലിംഗ് ഓരോരുത്തരുടെ ഡിഫറെൻ്റ് ആയിരിക്കും. ഇതിൻ്റെ ഫില്ലിംഗ് ആണ് ഈ ഉണ്ടയ്ക്ക് ടേസ്റ്റ് കൊടുക്കുന്നത്. ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഒരു 3-4 പച്ചമുളക് ഇട്ട് കൊടുക്കാം. കാരണം ഇച്ചിരി സ്പൈസി കഴിക്കാനാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ മസാലാസ് ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി, അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പാണ് ഞാൻ ചേർത്ത് കൊടുത്തത്. ഇനി നമ്മുടെ മസാലാസിൻ്റെ ഒക്കെ ഒരു പച്ചമണം വാടുന്നത് വരെ നല്ലപോലെ ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചെമ്മീനോട് ഇട്ട് കൊടുക്കാം. കുഞ്ഞു പൊടി ചെമ്മീൻ ആയതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടാവും. വലുതിനേക്കാളും ടേസ്റ്റ് ഉണ്ടാവും ഇത്. ഇനി നമ്മുടെ ലാസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് ആണ് നമ്മുടെ ചെറുതായി അരിഞ്ഞ തക്കാളി. ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. ഇത് ഇട്ട് കഴിഞ്ഞാൽ വേറെ തന്നെ ഒരു ഫ്ലേവറൊക്കെ ഉണ്ടാവും. ഞാൻ അധികം ഈ ഒരു മസാല ഫില്ലിംഗ് ഉണ്ടാക്കുന്ന സമയത്ത് ചെറിയൊരു കുഞ്ഞു തക്കാളി ഇട്ട് കൊടുക്കാറുണ്ട്. ഇത് ലാസ്റ്റ് ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ തേങ്ങ ഇട്ട് കൊടുക്കാം. ഇതെല്ലാം ഒരുമിച്ച് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഫില്ലിംഗ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചെമ്മീൻ ഉണ്ടയുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുറച്ച് വെള്ളം കൂടി ചേർത്ത് ജസ്റ്റ് ഒരു 2 മിനിറ്റ് കുക്ക് ചെയ്തെടുത്താൽ മതി. കാരണം നമ്മുടെ തേങ്ങയുടെ ഒക്കെ ഒരു പച്ച കുത്ത് മാറിക്കിട്ടും. ശേഷം നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ടതിന് ശേഷം എടുത്തു വെക്കാം. അപ്പോൾ നമ്മുടെ ഉണ്ടയുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് നമ്മുടെ അരി അരച്ചെടുക്കണം. അതിനായിട്ട് 4 മണിക്കൂർ തിളക്കുന്ന വെള്ളത്തിലിട്ട് വെച്ച അരിയാണിത്. ഞാൻ നമ്മുടെ ചോറൊക്കെ വെക്കുന്ന അരിയാണ് യൂസ് ചെയ്തിട്ടുള്ളത്, പുഴുങ്ങലരി. അപ്പോൾ അത് നല്ല തിളക്കുന്ന വെള്ളത്തിൽ 4 മണിക്കൂർ കുതിർത്ത് വെച്ചതാണ്. ഇനി നമുക്കിത് നേർമയായി അരിച്ചെടുക്കാം. അത് അരക്കുന്ന സമയത്ത് അധികം വെള്ളം ചേർക്കാതെ അരക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം ബാറ്റർ വല്ലാണ്ട് ലൂസായി പോയി കഴിഞ്ഞാൽ
നമ്മൾ ടൈറ്റാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന പൊടി കൂടുതലായിട്ട് ഉപയോഗിക്കേണ്ടി വരും. ആ സമയത്ത് നമ്മുടെ ഉണ്ട കുറച്ച് ഹാർഡായി പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല തിക്കായിട്ട് ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് അരച്ചെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നമ്മുടെ അരിപ്പൊടി ചേർത്തിട്ട് നമ്മുടെ അരി കുറച്ച് ഹാർഡാക്കി എടുക്കണം. ഞാനിവിടെ ആമീസിൻ്റെ പാക്കറ്റ് അരിപ്പൊടിയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇതിന് പകരം ചിലർ വീട്ടിൽ തന്നെ അരി പൊടിച്ചൊക്കെ വെക്കും, അത് യൂസ് ചെയ്യാം. ശേഷം നമുക്ക് നമ്മുടെ ബാറ്റർ ഒന്ന് കുഴച്ചെടുക്കാം. ശേഷം നമ്മുടെ കയ്യിൽ ഇതുപോലെ എണ്ണ തടവിയതിന് ശേഷം നമുക്ക് ഉണ്ട ഉരുട്ടിയെടുക്കാം. ഇതിനൊക്കെ വീട്ടിൽ മുതിർന്നവർ എക്സ്പേർട്ട് ആയിരിക്കും. നമ്മളെക്കാളും ഒരുപാടൊക്കെ എക്സ്പേർട്ട് ആയിരിക്കും വീട്ടിലുള്ള മുതിർന്നവർ. എത്ര ശ്രമിച്ചാലും അവരുടെ ആ ഒരു സ്പീഡും ഇതൊന്നും നമുക്ക് കിട്ടില്ല. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ എൻ്റെ ഉമ്മാമ ഭയങ്കര എക്സ്പേർട്ടാണ്, ഉണ്ട ഉരുട്ടുന്ന കാര്യത്തിലൊക്കെ. പെട്ടെന്ന് ടക്ക് 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 ബെയ് ഉരുട്ടിക്കുകയും. അപ്പോൾ ആ ഒരു ഡ്യൂട്ടി നമുക്ക് ഉമ്മാമ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഉണ്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് സ്റ്റീം ചെയ്തെടുക്കണം. അതിനൊരു സ്റ്റീമറിൽ ഇല വെച്ചിട്ടുണ്ട്. അതിൻ്റെ മേലേക്ക് നമ്മുടെ ഉണ്ട ഓരോന്നായി ഇട്ട് കൊടുക്കാം. ഇത് സ്റ്റീം ചെയ്തിട്ട് വേവുന്നത് കൊണ്ട് തന്നെ ഏകദേശം ഒരു 1 hour എന്തായാലും, 1.5 hour കൂടുതൽ എന്തായാലും വേണ്ടി വരും ഇത് കുക്കായി കിട്ടാൻ വേണ്ടിയിട്ട്. നമ്മുടെ ഉണ്ട നമ്മുടെ സ്റ്റീമറിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ചു വെച്ച് വേവിക്കാം. അപ്പോൾ ഗായ്സ്, നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഉണ്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഓരോ സ്ഥലത്ത് ഡിഫറെൻ്റ് ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇത് ചിലപ്പോൾ ഇങ്ങനെ ആക്കിയതിന് ശേഷം തന്നെ മഞ്ഞളും മുളകും ഉപ്പൊക്കെ ഇട്ട് ഫ്രൈ ചെയ്യുന്നവരുണ്ടാവും. അതുപോലെ തന്നെ ചില സ്ഥലങ്ങളിൽ ഇത് തേങ്ങയിലൊക്കെ കോട്ട് ചെയ്തെടുക്കുകയും ചെയ്യും. നമ്മൾ അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല. ഇത് ഇങ്ങനെ കഴിക്കാൻ തന്നെ അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല അടിപൊളി ചെമ്മീൻ ഉണ്ടയാണ്. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ടേക്ക് കെയർ. ബൈ ബൈ. അസ്സലാമു അലൈക്കും.